മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ അംഗങ്ങൾക്കുള്ള ലാഭവിഹിത വിതരണവും അനുമോദന യോഗവും സഹകാരി സംഗമവും 22-ന് നടക്കും. രാവിലെ 9:30 ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സംഗമം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. 16,576 പേർക്ക് അംഗത്വമുള്ള മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ 24,58,000 രൂപയാണ് ലാഭവിഹിതമായി വിതരണം ചെയ്യുന്നത്. വളം ഡിപ്പോ, നീതി മെഡിക്കൽ സ്റ്റോർ, നീതി ലാബ് എന്നിവയും പ്രവർത്തിക്കുന്നു. സർക്കാരിൻ്റെ വിവിധ പദ്ധതികളും സേവനങ്ങളും ജനങ്ങൾക്ക് ലഭ്യമാക്കി വരുന്നു. പ്രളയാനന്തര ധനസഹായം, രോഗബാധിതർക്ക് ചികിത്സാ സഹായം തുടങ്ങിയവയും നടപ്പാക്കി. കാർഷികം, വ്യക്തിഗതം, വിദേശ പഠനം, ജോലി, വസ്തുവാങ്ങൽ, വീട് നിർമ്മാണം തുടങ്ങിയവയ്ക്ക് വായ്പകൾ നൽകുന്നു. വിവിധ നിക്ഷേപ പദ്ധതികളും നടപ്പാക്കി വരുന്നതായി ഭാരവാഹികൾ പറഞ്ഞു. ഈ വർഷം ലാഭവിഹിതം അംഗങ്ങൾക്ക് വിതരണം ചെയ്യുക. ഏതാണ്ട് 24,58,000 രൂപയാണ് വിഭജിച്ച് വിതരണം ചെയ്യാൻ വേണ്ടി കണ്ടെത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2016 മുതൽ 8 വർഷക്കാലം തുടർച്ചയായി മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിൽ ലാഭത്തിൽ പ്രവർത്തിക്കുകയാണ്. ബോർഡിൻ്റെയും ജീവനക്കാരുടെയും തികഞ്ഞ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനമാണ് ബാങ്കിനെ ഈ നിലയിലേക്ക് എത്തിക്കാനും മുഴുവൻ സഹകാരികളുടെയും വിശ്വാസം ആർജിച്ച് മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെ ജില്ലയിലെ മികച്ച സഹകരണ പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവരാനും അത് നിലനിർത്തിക്കൊണ്ടു പോകാനും ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇവിടെ പ്രളയം, കോവിഡ് ഉൾപ്പെടെയുള്ള മഹാമാരികളെല്ലാം ഉണ്ടായ സന്ദർഭത്തിലും നോട്ട് നിരോധനം ഉൾപ്പെടെ ഉണ്ടായപ്പോഴും സഹകരണ പ്രസ്ഥാനത്തിന് വലിയ പിന്നോട്ടടി ഉണ്ടായ സന്ദർഭത്തിലും മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പ്രളയം അതുപോലെ കോവിഡ് ഒക്കെ ഉണ്ടായ സന്ദർഭത്തിൽ ആ കാലയളവിൽ കിട്ടിയ ലാഭം പൂർണ്ണമായും പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തോടുകൂടി സർക്കാരിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഫണ്ടിലേക്ക് വകമാറ്റി കൊടുക്കുന്നതിന് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. പ്രളയം ഉണ്ടാകുന്ന വീട് നഷ്ടപ്പെട്ടു പോയ 10 ആളുകൾക്ക് വീട് വെച്ച് നൽകുന്നതിന് സഹകരണ ബാങ്കിന് കഴിയും. ബാങ്കിൻ്റെ സാമ്പത്തിക ഇടപാടുകളിന് പുറമെ വളം ഡിപ്പോ, നീതി മെഡിക്കൽ സ്റ്റോർ, നീതി ലാബ് വളരെ നല്ല നിലയിൽ. നീതി മെഡിക്കൽ സ്റ്റോറൊക്കെ ഏതാണ്ട് 9% മുതൽ 50% വരെ വിലക്കുറവിലാണ് അവിടെ മരുന്നുകളെല്ലാം വിതരണം ചെയ്യുന്നത്. ഈ ലാബ് തുടങ്ങിയ സന്ദർഭത്തിൽ ഞങ്ങളെ പലരും ഇത്രയും കുറഞ്ഞ ചെലവിൽ എങ്ങനെയാണ് നിങ്ങൾ ലാബ് പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ച സന്ദർഭത്തിൽ സദൈവം ഞങ്ങൾ മുന്നോട്ട് പോയി. ഏതാണ്ട് പ്രതിമാസം 2.5 ലക്ഷത്തോളം വരുന്ന ഒരു മേളിൽ തുക അവിടെ വരവുണ്ടാവാനും വിജയകരമായി നല്ല ലാഭത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നു. നാട്ടിലെ സഹകാരികളുടെ മുഴുവൻ വിശ്വാസം ആർജിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇക്കാലയളവിലാണെങ്കിലും മറ്റ് സഹകരണ മേഖലയിൽ ഒട്ടേറെ പ്രതിസന്ധികളുണ്ടായ കാലഘട്ടമാണ്. ആയിരക്കണക്കിന് സഹകരണ പ്രസ്ഥാനങ്ങളുള്ള കേരളത്തിൽ വളരെ നാമമാത്രമായ ചില സ്ഥാപനങ്ങളിലുണ്ടായ ചില ക്രമക്കേടുകൾ അതിനെ ഒട്ടും കുറച്ച് കാണിക്കാനാണ് ഞങ്ങൾ തയ്യാറാകുന്നില്ല. അങ്ങനെ ഉണ്ടായപ്പോഴും സഹകരണ മേഖലയ്ക്കെതിരായ വലിയ പ്രചാരവേല നടന്ന സന്ദർഭത്തിലും അതിൻ്റെ ലെവലേഴ്സ് ഒരു പോറൽ പോലും ഏൽക്കാതെ മുരിക്കാശ്ശേരി സർവീസ് സഹകരണ ബാങ്കിനെ ജനങ്ങളുടെ വിശ്വാസം അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. 35 കോടിയിലധികം വരുന്ന തുകയുടെ നിക്ഷേപവും 45 കോടിയിലധികം വരുന്ന തുക വായ്പയുമുള്ള സ്ഥാപനമായി നിലനിൽക്കുകയാണ്. 2016 മുതൽ തുടർച്ചയായി 12% വരെ ലാഭവിഹിതം വിതരണം ചെയ്ത കാലയളവിൽ വരെ നമുക്ക് ഉണ്ടാകാൻ കഴിഞ്ഞു. ഇടയ്ക്കുള്ള എല്ലാ പ്രതിസന്ധി അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ വർഷം 24,58,00,000 രൂപ 16,000-ലധികം വരുന്ന മെമ്പർമാർക്കായി വിഭജിച്ച് നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തയ്യാറെടുക്കുകയാണ്. ഈ വരുന്ന 22-ാം തീയതി രാവിലെ 9:00-ക്ക് കേരളത്തിൻ്റെ ബഹുമാനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിനാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം SLCക്ക് എല്ലാ വിഷയത്തിലും A+ നേടിയ സഹകാരികൾ, ബാങ്കിലെ സഹകാരികളുടെ മക്കൾക്ക് പാരിതോഷികം കൊടുക്കുവാനും അവരെ ആദരിക്കുന്നതിന് വേണ്ടി കൂടിയ ചടങ്ങ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. നമ്മുടെ ത്രിതല പഞ്ചായത്തിലെ മുഴുവൻ ജനപ്രതിനിധികൾ, സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരായ ആളുകളെല്ലാം, വ്യക്തിത്വങ്ങളെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. ബാങ്ക് പ്രസിഡന്റ് EN ചന്ദ്രൻ അധ്യക്ഷനാകും. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CB വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തും.
SSLC പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ജോയിന്റ് രജിസ്ട്രാർ റെയ്നു തോമസ് അനുമോദിക്കും. മാത്തുക്കുടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് ക്യാഷ് അവാർഡുകൾ വിതരണം ചെയ്യും. ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, പാക്സ് ജില്ലാ സെക്രട്ടറി റോമിയോ സെബാസ്റ്റ്യൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് EN ചന്ദ്രൻ, തോമസ് കാരക്കാവയലിൽ, ഷാജി വരകുകാലപ്പറമ്പിൽ, KB ബെന്നി, MG ബിജു, RD ഷിജോ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ലൈക്ക് എന്ന് നമ്മുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നത്. കൂടെ ഉണ്ടാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ സ്വന്തം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയാ, നമ്മുടെ പ്രിയപ്പെട്ട മുഹൂർത്തങ്ങളിൽ നമ്മോടൊപ്പം പങ്കുചേരുന്ന ഒന്ന്, നമ്മുടെ സ്വന്തം. പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം.